നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ജൂനിയർ എന്ന കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളതിന് ഉത്തരവായിരിക്കുന്നു. ഇത് അടുത്ത മത്സരം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. വ്യാഴാഴ്ചയിലെ മത്സരം അദ്ദേഹം കളിക്കും. നാളത്തെ കളി അദ്ദേഹം കളിക്കും. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആ കളി നടക്കുന്നത്. കോപ്പ ഡു ബ്രസീലിലെ പോരാട്ടമാണ്. സാൻഡോസ് CR-ക്കെതിരെ കളിക്കാനിറങ്ങുന്നു. അപ്പോൾ ആ മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് കോപ്പ ഡോ ബ്രസീലിൻ്റെ 3ാം റൗണ്ടിൻ്റെ 2ാം ലെഗ് നടക്കുന്നത്. ആദ്യ ലെഗ് 1-1 സമനിലയായിരുന്നു. ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. TNT സ്പോർട്സ് ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്മർ ഈസ് റെഡി ടു പ്ലേ അഗെയിൻസ്റ്റ് CR-ക്കെതിരെ കളിക്കാൻ നെയ്മർ ജൂനിയർ റെഡിയാണ്. അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ് ഒക്കെ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു 30-45 മിനിറ്റ്, അതായത് 2ാം പകുതിയിലൊക്കെ അദ്ദേഹം ഇറങ്ങാനാണ് സാധ്യത. ഒന്നുകിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 2ാം പകുതി മുഴുവനും അദ്ദേഹം കളിക്കാനുള്ള സാധ്യത. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ, ആ കളിയുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് അദ്ദേഹം എത്ര മിനിറ്റ് കളിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഏതായാലും നെയ്മർ ജൂനിയർ ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു. അത് കൺഫേംഡ് ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ബ്രസീലിയൻ ആരാധകർക്ക് ഇത് വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള ഫൈനൽ ടീം പ്രഖ്യാപിക്കുന്നത് 26-ാം തീയതിയാണ്. അതിൻ്റെ പ്രാഥമിക ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.